ചീഫ് മിനിസ്റ്റർ അങ്ങനെ ചീഫ് മിനിസ്റ്റർ ഒന്നും ഈ കണ്ണീര് തന്നെ ധാരാളമാണ് ജി കാർത്തികേയൻ വി.ഡി. സതീശൻ ആരായിരുന്നു എന്ന് തെളിയിക്കാൻ. മൂത്ത മകന്റെ സ്ഥാനമായിരുന്നു എന്നും ജി കാർത്തികേയനും സുലേഖ ടീച്ചറും വി.ഡിക്ക് നൽകിയിരുന്നത്. ഞങ്ങൾക്ക് 2 ആൺമക്കളാണ്. അതിന്റെ മുകളിലുള്ള അവരുടെ ചേട്ടനാണ് സതീശന്. പിന്നെ നിങ്ങൾക്കൊക്കെ സതീശൻ മുഖ്യമന്ത്രിയായിരിക്കാം ഇപ്പോഴ്, അല്ലേ? പലർക്കും പലതായിരിക്കാം. പക്ഷെ സതീശൻ എനിക്കും കാർത്തിക സാറിനും ഞങ്ങളുടെ മൂത്ത മകനാണ്. 96-ലും 2001-ലും എന്നെ അസംബ്ലിയിലേക്ക് മത്സരിപ്പിക്കണം, അവൻ MLA ആയി കഴിഞ്ഞാൽ പാർട്ടിക്ക് ഒരു അസറ്റായിരിക്കും എന്ന് ശ്രീ A.K. ആന്റണിയെയും ശ്രീ K. കരുണാകരനെയും കണ്ടു പറഞ്ഞ് എന്നെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവന്ന ആളാണ്. അക്ഷരാർത്ഥത്തിൽ ആ വലിയ മനുഷ്യന്റെ വിരൽത്തുമ്പിൽ തൂങ്ങിയാണ് ഞാൻ രാഷ്ട്രീയത്തിലേക്ക്, അതിൻ്റെ ഒരു മുഖ്യധാര രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരാളാണ് എനിക്ക് അദ്ദേഹത്തിന്റെ കുടുംബവും. ഇവിടെ വന്നില്ലേ പിന്നെ ഞാൻ എവിടെ പോകാനാ? ഒരിക്കലും എളുപ്പമായിരുന്നില്ല വി.ഡി. സതീശന് മുഖ്യമന്ത്രി പദത്തിലേക്കുള്ള യാത്ര. പലപ്പോഴും കപ്പിനും ചുണ്ടിനുമിടയിൽ അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പോഴെല്ലാം വി.ഡി. സതീശനെ കൈപിടിച്ചു നടത്തിയത് ജി കാർത്തികേയനായിരുന്നു. സുപ്രീം കോടതിയിൽ ഭരണഘടനാ വിഷയം കൈകാര്യം ചെയ്യുന്ന അഭിഭാഷകനായി മാറാൻ ആഗ്രഹിച്ച് സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് മെല്ലെ മാറിത്തുടങ്ങിയിരുന്നു അന്ന് വി.ഡി. സതീശൻ. ജി കാർത്തികേയനും രമേശ് ചെന്നിത്തലയും ചേർന്നാണ് അന്ന് പിന്തിരിപ്പിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങോട്ടല്ലാതെ മറ്റെങ്ങോട്ട് വരാനെന്ന് സതീശൻ ചോദിക്കുന്നതും. ഒരുപക്ഷെ ഇന്ന് ജി കാർത്തികേയൻ ജീവിച്ചിരുന്നെങ്കിൽ വി.ഡി. സതീശന്റെ ഈ നേട്ടത്തിൽ ഏറ്റവും സന്തോഷിക്കുക അദ്ദേഹമായിരുന്നിരിക്കും. തണലായിരുന്ന നേതാവിനുള്ള ഗുരുദക്ഷിണയായിരുന്നു ഇന്ന് കണ്ട കണ്ണുനീർ.